ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗുവെ ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ, ഷെയർ ചെയ്തോ. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി, വിനായകൻ എന്നിവരെ പ്രധാന വേഷങ്ങളിലായി ഡിസംബർ 5 റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു ഇന്ത്യൻ മലയാള ഭാഷ ചലച്ചിത്രമാണ് കളങ്കാവൽ. ഏറെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ചിത്രം, മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ ഡിസംബർ 5 റിലീസ് ചെയ്യുന്നു. നവംബർ 27 റിലീസ് വെച്ചിരുന്നത്, ബട്ട് പോസ്റ്റ്പോൺ ചെയ്തു, നീക്കി ഇപ്പോൾ ഡിസംബർ 5 അങ്ങനെ നാളെ 11 രാവിലെ 11:17 കേരള ബുക്കിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ്. മമ്മൂട്ടി കമ്പനിയാണ് ഒഫീഷ്യലി ഇത് ഇൻസ്റ്റാഗ്രാമിൽ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നാളെ തൊട്ട് ഇനി കളങ്കാവൽ താണ്ഡവാണ്, തിയേറ്റേഴ്സ് ബുക്കിംഗ് ടൈമാണ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം മമ്മൂട്ടി തിരിച്ചു വരുന്നു. ഒരുപാട് പരിമിതികൾ കഴിഞ്ഞ് മമ്മൂട്ടി തിരിച്ചു വരുന്നു. ഒരുപാട് വേഷപ്പകർച്ചകൾ കഴിഞ്ഞ് മമ്മൂട്ടി തിരിച്ചു വരുന്നു. അറിയാലോ, മമ്മൂട്ടിയാണ്, വിസ്മയിച്ചിട്ടേ അടങ്ങും. സോ മമ്മൂട്ടിയും വളരെ കോൺഫിഡൻ്റ് ആണ്. മമ്മൂട്ടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും വളരെ കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ചിത്രം ഞാൻ തിരഞ്ഞെടുത്തെന്നും. ഒരു സയനൈഡ്, ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു നല്ലൊരു റോൾ തന്നെയായിരിക്കും മമ്മൂക്കയ്ക്ക്. പിന്നെ നെഗറ്റീവ് ഷെയ്ഡ് റോൾ വന്നാൽ അറിയാമല്ലോ അവസ്ഥ, പിന്നെ പെടലെടുക്കും. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡിസംബർ 5 കളങ്കാവൽ അല്ലാതെ മറ്റൊരുപാട് റിലീസുകളും ഉണ്ട്. അതായത് മലയാളത്തിൽ തന്നെ ശ്രീനാഥ് ബാസി, AB ബിനിൽ സംവിധാനം ചെയ്ത് ശ്രീനാഥ് ബാസി അഭിനയിക്കുന്ന, നായകനാകുന്ന പുതിയ ചിത്രമാണ് പൊങ്കാല. ഡിസംബർ 5 പൊങ്കാല റിലീസ് ചെയ്യുന്നത്. കൂടാതെ ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത് ഇന്ദ്രജ് സുകുമാരൻ, രഞ്ജി പണിക്കർ, അജു വർഗീസ് അഭിനയിക്കുന്ന പുതിയ ചിത്രം ധീരം, അതിൻ്റെ ട്രെയിലർ ഇപ്പോൾ റിലീസ് ചെയ്തതേ ഉള്ളൂ. ഇന്ന് തന്നെയാണ് റിലീസ് ചെയ്തത്. ആ സിനിമയും ഡിസംബർ 5 മലയാളത്തിൽ നിന്ന് എത്തുന്നുണ്ട്. ഇതല്ലാതെ റേച്ചലും ഡിസംബർ 5 ആദ്യം റിലീസ് ഇനീഷ്യലായിട്ട് വെച്ചത്. എനിക്ക് തോന്നുന്നു ഈ റിലീസുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകാതിരിക്കാൻ അവർ റിലീസ് മാറ്റിയിട്ടുണ്ട്. അവർ പെൺതരിയെ എന്നൊരു ലിറിക് സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്, റേച്ചലിൻ്റെ 2ാമത്തെ സോങ് ആയിട്ട്. ആ സോങ്ങിൻ്റെ അവിടെ അവർ ഡിസംബർ 12 ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നതെന്ന് കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഇടയിൽ നിന്ന് അവർ തൽക്കാലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം അറിയാം, മമ്മൂക്കയുടെയും ഇവിടുത്തെ ഈ സിനിമകളുടെ ഇടയിൽ പെട്ടുപോയാൽ തിയേറ്റർ പോലും കിട്ടൂലെന്ന്. അതുപോലെ ബുദ്ധിപൂർവ്വമുള്ള മാറ്റം തന്നെയാണ് 2ാമത്തെ ആഴ്ചയിലേക്ക്, ഡിസംബറിൻ്റെ 2ാമത്തെ വാരത്തിലേക്ക് റേച്ചൽ മാറ്റിയിരിക്കുകയാണ്. ഹണി റോസിൻ്റെ സിനിമ, ആനന്ദിനി ബാലയാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിൽ വീണ്ടും തെലുങ്കിൽ നിന്ന് ജയ്ബാലയെ ബോയപതി ശ്രീനു സംവിധാനം ചെയ്ത് SS തമൻ മ്യൂസിക് നൽകുന്ന, നന്ദമൂരി ബാലകൃഷ്ണ അഭിനയിക്കുന്ന അഖാണ്ട 2 താണ്ഡവം സിനിമയും തെലുങ്കിൽ നിന്ന് ഡിസംബർ 5 ഇന്ത്യ ഒട്ടാകെ റിലീസ് ചെയ്യുന്നത്. കൂടാതെ ഹിന്ദിയിൽ നിന്ന് രൺവീർ സിംഗ്, മാധവൻ, സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, ആയുഷ് ഖന്നെ ഇവരെല്ലാവരും ഒന്നിക്കുന്ന ആദിത്യദാർ സംവിധാനം ചെയ്ത് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്, ആ സിനിമ നിങ്ങൾക്കറിയാം, വിക്കി കൗശലിൻ്റെ വൻ സിനിമയാണ്. ആ സിനിമ സംവിധാനം ചെയ്ത ആദിത്യദാറാണ് ഈ സിനിമ ദുരന്തരം സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ എന്താണിരിക്കെ, സിനിമകൾ ഒരുപാടുണ്ട്. മലയാളത്തിൽ നിന്ന് തന്നെ കളങ്കാവലുണ്ട്, പൊങ്കാല ഉണ്ട്, ധീരമുണ്ട്, തെലുങ്കിൽ നിന്ന് അഖാണ്ട ഉണ്ട്, പിന്നെ ഹിന്ദിയിൽ നിന്ന് ദുരന്തറുണ്ട്. ഇത് കൂടാതെ ഇംഗ്ലീഷിൽ നിന്ന് ഫ്രെഡി നൈറ്റ്, അങ്ങനെ ഏതൊരു സിനിമയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ ഒരു 5-6 സിനിമകളെങ്കിലും ഡിസംബർ 5 റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാത്തിലും ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മേൽക്കോയ്മുള്ളത് തീർച്ചയായിട്ടും മമ്മൂട്ടിക്ക് തന്നെയാണ്. അതിൽ സംശയമൊന്നും വേണ്ട. കളങ്കാവലിൽ തന്നെയായിരിക്കും. ഒരു ചെറിയ പോസിറ്റീവ് മതി കളങ്കാവലിൽ കത്തിക്കയറാൻ. പിന്നെ പൊങ്കാലയുടെയും ധീരത്തിൻ്റെ അവസ്ഥ അധോഗതിയായിരിക്കും. അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. ഇതിലുപരി ദുരന്തർ, രൺവീർ സിംഗ്, ട്രെയിലറൊക്കെ വൻ പൊളി ട്രെയിലറാണ്. ആദിത്യദാർ, ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്, വിക്കി കൗശൽ അഭിനയിച്ച സിനിമയെ ഡയറക്റ്റ് ചെയ്ത പുള്ളിയാണ്. കിടിലൻ സിനിമയാണ് ഉറി. അതുപോലെ തന്നെയാണ് ഈ സിനിമയായിരുന്ന വേറെ ലെവലായിരിക്കും. ട്രെയിലറൊക്കെ പക്ക കിടിലൻ ട്രെയിലറാണ്. മോസ്റ്റ് ബ്രൂട്ടലായിട്ടുള്ള സിനിമയായിട്ടാണ് അവർ അത് റിലീസ് ചെയ്യാനും ഒരുങ്ങുന്നത്. ഇതുകൂടാതെ അഖാണ്ട 2 താണ്ഡവം, അഖാണ്ട നല്ല വിജയം നേടിയ ഒരു സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കൂടെയാണ്. അപ്പോൾ അഖാണ്ട 2 താണ്ഡവം എങ്ങനെയായിരിക്കും, ട്രെയിലറിൽ ഫുൾ കത്തി, വെടിവെപ്പും, പട്ടാളക്കാരനെടുത്ത് തൂക്കി എറിയുന്നത്, എന്തൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടുന്നുണ്ട് ജയ്ബാലയ്യ. കണ്ടു തന്നെ അറിയണം പുള്ളിക്കാരൻ എന്താണ് കാണിക്കുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ ഇരുന്നാലും മേൽക്കോയ്മ എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയ്ക്ക് തന്നെയാണ്.
കളങ്കാവൽ ഒരു ചെറിയ പോസിറ്റീവ്, ഫസ്റ്റ് ഷോ കൊണ്ട് ഒരു ചെറിയ പോസിറ്റീവ് മമ്മൂക്ക മിന്നിച്ചു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കേരളത്തിൽ വേറെ സിനിമയൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കളങ്കാവൽ തന്നെയായിരിക്കും മൊത്തയിടത്തും. അറിയാലോ, മമ്മൂട്ടിയാണ്, പ്രതിഭാസമാണ്, വിസ്മയമാണ്, വിസ്മയിപ്പിച്ചിട്ടേ അടങ്ങും. അമ്മാതിരി ഒരു ക്യാരക്ടറുമായിട്ടാണ് വരുന്നത്. നെഗറ്റീവ് ഷെയ്ഡാണ് അത്. സത്യം പറഞ്ഞ ആ ക്യാരക്ടറും ആ ഒരു ഡെപ്ത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. ആദ്യമേ അത് കല്യാണമാകാതെ കല്യാണമാകുമോ എന്ന ആശങ്കയുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ബന്ധപ്പെടുക, അതുമായിട്ട് അതിനുശേഷം അവരെ ഗർഭചിത്ര ഗുളിക കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്ത് അവരുടെ ഗർഭം കളിക്കാൻ വേണ്ടി ഗുളിക കൊടുക്കുമെന്ന് പറഞ്ഞ് സൈനൈഡ് കൊടുത്ത് കൊല്ലുക, അവരുടെ മാലയും സ്വർണവും പണവും ഒക്കെ കവർന്നെടുത്ത് പോകുക. അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ഇതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഒറിജിനൽ സൈനൈഡ് ആളെന്നാണ് പറയുന്നത്. ആ പുള്ളിക്കാരൻ്റെ അതേ ഒരു ക്യാരക്ടർ ആസ്പദമാക്കിയായിട്ട് ഇതും എടുക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അവർ ആർട്ടിഫിഷ്യലി എടുത്താലും ട്രൂലി എടുത്താലും മമ്മൂക്ക ചെയ്യുമ്പം അത് ഗംഭീരമായിരിക്കും. അതുകൊണ്ട് എനിക്ക് ആ കൂടെ ഇറങ്ങുന്ന സിനിമയൊന്നും മമ്മൂക്കയെ വെട്ടിത്തള്ളുമോ എന്ന് ഒരു രീതിയിലും സംശയമില്ല. മമ്മൂക്ക തന്നെയായിരിക്കും അവിടെ മേൽക്കോയ്മ നൽകാൻ പോകുന്നത്. ഞാൻ പറയുന്നത് ഒരുപാട് സിനിമകളുണ്ട്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ റിവ്യൂസുകൾ മാറി വന്ന തിയേറ്റേഴ്സിൻ്റെ എണ്ണം കുറയും, റിവ്യൂ വന്ന സിനിമകൾക്ക് തിയേറ്ററിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. അത് നമ്മൾ ഒരുപാട് സിനിമകൾക്ക് കണ്ടതാണ്. അത് കണ്ടന്റ് വൈസ് ആണ്. അത് നല്ല പടമെന്നോ അല്ലെങ്കിൽ വലിയ ആളുടെ ബിഗ് സ്റ്റാറിൻ്റെ പടമെന്നോ അല്ലെങ്കിൽ ലോ സ്റ്റാറിൻ്റെ പടമെന്നോ അങ്ങനെ ഒന്നുമില്ല. കണ്ടന്റ് ആണെങ്കിൽ പടം മാറും, തിയേറ്ററിൻ്റെ എണ്ണം കൂടും, മൗത്ത് പബ്ലിസിറ്റി കൂടും, വേർഡ്സ് ഓഫ് മൗത്ത് കൂടും. റെസ്പോൺസ് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ഒരു രീതിയിലും അതിപ്പം ഏത് നടനായാലും അവർക്ക് അടിയുറവ് പറയിച്ചേ പറ്റൂ. കാരണം മമ്മൂക്ക ഇപ്പോൾ ഒരു പോസിറ്റീവ് വന്നാൽ മമ്മൂക്കയുടെ ഒരു സിറ്റുവേഷൻ നോക്കിയാണ് കുറേ കാലത്തിന് ശേഷം വരും. എല്ലാവരും വെയിറ്റിംഗ് ആണ്. എന്തായാലും തീർച്ചയായിട്ടും ആ ദിവസം വേറെ സിനിമയ്ക്കൊന്നുമില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ആദ്യ ദിവസം അവർക്ക് അല്ലെങ്കിൽ ആദ്യം കാണണമെന്നുള്ള സിനിമ കളങ്കാവൽ തന്നെയായിരിക്കും. കാരണം ട്രെയിലറിലും ടീസറിലും അവർ അത്രമാത്രം ഹിഡൻ ചെയ്താണ് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടി കാണിക്കാതെ, ഒരുപാട് ഡയലോഗൊന്നും കൊടുക്കാതെ, ഒരുപാട് മുഖമൊന്നും കാണിക്കാതെ, വളരെ നിങ്ങൾ പ്രേക്ഷകനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി, പ്രേക്ഷകനെ ഇൻട്രസ്റ്റിലാക്കാൻ വേണ്ടിയിട്ടുള്ള റോൾസ് മാത്രമേ മമ്മൂക്കയ്ക്ക് ജിതിൻ കെ ജോസ് ആ ട്രെയിലറിലും ടീസറിലും അതുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളിലും സ്കിൽസിലും കൊടുത്തിട്ടുള്ളൂ. അപ്പം നാളെയാണ് ബുക്കിംഗ് 11/11 കേരള ടിക്കറ്റ് ബുക്കിംഗ് കളങ്കാവലിനെത്തും. അപ്പോൾ ഇതിന് കൂടെ ഡിസംബർ 5 സിനിമയുള്ള പൊങ്കാലയായാലും ധീരമായാലും പിന്നെ തെലുങ്കിൽ നിന്ന് അഖാണ്ട 2 താണ്ഡവമായാലും ഹിന്ദിയിൽ നിന്ന് ദുരന്തർ ആയാലും ഇംഗ്ലീഷിൽ നിന്ന് ഫ്രെഡി ദ നൈറ്റ് ആ സിനിമ അങ്ങനെ ഒരു സിനിമ ഉണ്ട് ഇംഗ്ലീഷിൽ, എല്ലാം ആയാലും മമ്മൂക്കയ്ക്ക് ഒരു ചെറിയ പോസിറ്റീവ് കിട്ടിയ പിന്നെ കേരളത്തിൽ വേറെ സിനിമ ഒന്നും കിടക്കാൻ ചാൻസ് ഒന്നുമില്ല. എല്ലായിടത്തും മമ്മൂക്ക നിറയും. കളങ്കാവൽ ചുവപ്പ് മയമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കളങ്കാവൽ ഒരു നല്ല പടമായിരിക്കാനാണ് ചാൻസ്. മമ്മൂക്കയുടെ ഒരു പക്ക പീക്ക് പെർഫോമൻസ് ആയിരിക്കും. പുള്ളി അറിയാമല്ലോ, നെഗറ്റീവ് വരുമ്പോൾ മമ്മൂക്ക ഒരു പ്രത്യേക എനർജിയാണ്, ഒരു പ്രത്യേക ഓറയാണ്, ഒരു പ്രത്യേക സ്ക്രീൻ പ്രസൻസ് ആണ്, ഒരു പ്രത്യേക എൻഗേജ്മെൻ്റ് ആണ്. മമ്മൂക്ക അത് ചിന്നിച്ചെതറും. മമ്മൂക്ക അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതായത് ക്യാരക്ടറിലേക്ക് വന്നാൽ പിന്നെ മമ്മൂക്ക ക്യാരക്ടറായിട്ട് മാറിക്കളയും. ചുമ്മാതെയാണ് നമ്മൾ മെഗാസ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നത്, നടന വിസ്മയം എന്നൊക്കെ വിളിക്കുന്നത്. അത്രയ്ക്കുള്ള ക്യാരക്ടർ ഡെപ്ത് ഉള്ളതുകൊണ്ടാണ്, ഡെവലപ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും കളങ്കാവൽ ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് ഇരിക്കുന്നത്. എക്സൈറ്റഡ് ആണ്. ആൻഡ് ഫസ്റ്റ് ഷോ തന്നെ പോകാനും ഇരിക്കുകയാണ്. പടം കണ്ട് ഞാൻ റിവ്യൂവും പറയാം. അപ്പോൾ മറക്കാതെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്. ഇനിയും നല്ല മൂവി അപ്ഡേറ്റ്സ്, കാര്യങ്ങൾ, ട്രെയിലർ റിയാക്ഷൻസ്, റിവ്യൂസും കാര്യങ്ങളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. പല കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകുക. അപ്പം കളങ്കാവൽ ടിക്കറ്റ് മറക്കാതെ ബുക്ക് ചെയ്തു. അവസാനം പോസിറ്റീവ് എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടാനൊന്നും ചാൻസ് ഒന്നും കാണില്ല. ഫസ്റ്റ് ഡേ കണ്ടു, ആ സർപ്രൈസൊക്കെ ആ ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെ പോയി കണ്ടോ, വേറെ ലെവലായിരിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. ആൻഡ് അതിൽ നിലാകായും എന്നൊരു പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു തമിഴ് വൈബിൽ, തമിഴ് സെറ്റിങ്ങിലൊക്കെ ആയിട്ട്. മുജീബ് മജീദാണ് മ്യൂസിക് നൽകുന്നത്. കിടിലം മ്യൂസിക് ആയിരുന്നു ആ പാട്ടിലൊക്കെ. ആ പാട്ട് ട്രെൻഡിങ്ങിലും ആയിരുന്നു. വിനായക് ശശികുമാർ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ട്രെൻഡിങ് സോങ്സ് ഒക്കെ ഇതിൽ വിനായക് ശശികുമാറിൻ്റെ ലിറിക്സ് വളരെ എന്താ പറയുക, എല്ലാ സിനിമയോടും യോജിക്കുന്ന ഒരു ട്രെൻഡിങ് വരികളൊക്കെ കൊടുക്കുക. ഇപ്പോൾ തന്നെ റേച്ചലിൽ പെൺതരി എന്നൊരു സോങ് എഴുതി, ആ റേച്ചൽ ഒരു മാസ് ടൈറ്റിൽ ട്രാക്ക് ഹണി റോസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. സിത്താര കൃഷ്ണകുമാറാണ് പാട്ട് പാടിയത്, ഇഷാൻ ജബ്രാനാണ് മ്യൂസിക് നൽകിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും റേച്ചൽ 5-ാം തീയതിയിൽ നിന്ന് 12-ാം തീയതി അടുത്ത
വെള്ളിയാഴ്ചയിൽ, അതായത് ഈ വരുന്ന 5-ാം തീയതിയിലെ വെള്ളി കഴിഞ്ഞിട്ടുള്ള 12-ാം തീയതിയുള്ള വെള്ളിയിൽ ആക്കിയത്. കാരണം അല്ലെങ്കിൽ പെട്ടുപോകും ഗൈസ്, ഉറപ്പാണ്, വേറെ കാര്യങ്ങളല്ലേ. കാരണം ഇത്രയും പടം വരെയാണ്, ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകും. ആൻഡ് ഇപ്പം തന്നെ ആ ബാദുഷയ്ക്കും ഈ കേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ഹരീഷ് കണാറിൻ്റെ കൂടെ ഈ സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഇടയിൽ. കാരണം പ്രോഫിറ്റ് ഉണ്ടാക്കിയാലേ പുള്ളിക്ക് കടം വീട്ടാനെങ്കിലും പറ്റൂ. ആൻഡ് മമ്മൂക്ക തിരിച്ചെത്തുന്നു ഗൈസ്. വിനായകനും മമ്മൂക്കയും കട്ടക്കുള്ള ഒരു ഫേസ് ഓഫ് നിങ്ങൾ പ്രതീക്ഷിച്ചോ. കോമ്പറ്റീഷൻ മത്സരമായിരിക്കും, അഭിനയിച്ച് മിന്നിക്കുന്നതായിരിക്കും. വിനായകനെ അറിയാമല്ലോ, പൂന്ത് വിളയാടാൻ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വിളയാടി വിടും. അമ്മാതിരി ഒരു കിട്ടിലൻ പെർഫോംഡ് ആക്ടറാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, വളരെ എന്താ പറയുക, എനിക്ക് കൂട്ടത്തിലിരുന്ന് എന്തെങ്കിലും ആരെങ്കിലും തെറ്റാറ്റെല്ലാം പറഞ്ഞാൽ പ്രതികരിച്ചു പോകും. അതുകൊണ്ടാണ് കൂടുതൽ പൊതുസ്ഥലങ്ങളിലേക്ക് വരാത്തതെന്ന് തുറന്നടിക്കുന്നു. വിനായകൻ ചിലപ്പോൾ അഭിനയിക്കാത്തതുകൊണ്ടായിരിക്കും, അതായത് സിനിമയിൽ മാത്രം അഭിനയിക്കുന്നു, പുറത്ത് അഭിനയിക്കുന്നില്ല. വിനായകൻ്റെ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ വിനായകൻ്റെ പുറത്തുള്ള ഇതുപോലത്തെ ഔട്ട്സൈഡ് കാര്യങ്ങൾ നിങ്ങൾ കാണുമെങ്കിൽ മനസ്സിലാവും. വിനായകൻ കുറച്ച് പൊട്ടിത്തെറിയാണ്, എന്തെങ്കിലും പറയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരൻ പൊട്ടിത്തെറിക്കും. അത് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളിലേക്കും വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ആ ഒരു ഇൻ്റർവ്യൂ ലാസ്റ്റ് കളങ്കാവലിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിനായകൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞു പോകും, അതുകൊണ്ടാണ് പുറത്തൊന്നും ഇങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും പോകാത്തത്, അതുകൊണ്ട് ഞാൻ വെറുതെ പ്രശ്നങ്ങളിലേക്കൊന്നും പോകുന്നില്ല, എന്നെല്ലാം മാറിപ്പോവുകയാണെന്ന് പറഞ്ഞു. അത് ശരിക്കും പുള്ളിക്കാരൻ്റെ അത് പുറത്ത് ഇതുപോലെ ട്രോളും കാര്യങ്ങളും വന്നപ്പോൾ ഹാറ്റായി കാണും. പക്ഷേ ബെസ്റ്റ് ആക്ടറിലും മമ്മൂക്ക വിനായകനൊക്കെ ഒരുമിച്ച് അഭിനയിച്ചാണ്. ഇതിൽ വരുന്നു, കട്ടയ്ക്ക് ഫേസ് ഓഫ് ആയിരിക്കും, കിട്ടിലനായിരിക്കും. ആൻഡ് മമ്മൂക്ക എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്യുക, വിനായകൻ എങ്ങനെയാണ് അത് തിരിച്ച് മമ്മൂക്കയായിട്ട് പോരാടുക എന്നുള്ളത് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് മറക്കണ്ട, ഉറപ്പായിട്ടും മമ്മൂക്ക പൊളിക്കും.